ഗേറ്റ് എക്സാം എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു ഓപ്ഷനാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ കൂടാണ്ട് PSC ജോബ്സ് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ PSC ജോബ്സും അതിൻ്റെ പേ സ്കെയിലും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. എന്നാലും പലരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്താണ് നമുക്ക് ഈ ഒരു PSC വഴി ജോലിക്ക് കയറി കഴിഞ്ഞുള്ള ജോബ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം സെക്യൂർ ആണ് നമ്മൾ ഈ ഒരു ജോബ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം പല മിനിരത്ന നവരത്ന കമ്പനീസ് ഒക്കെ ഗേറ്റ് ത്രൂ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. ആൻഡ് ഈ ഗേറ്റ് ത്രൂ നടത്തുന്ന റിക്രൂട്ട്മെന്റ് എല്ലാം തന്നെ എന്താണ്, നമുക്ക് ഈ PSU ജോബ്സിലേക്ക് നല്ലൊരു പേ സ്കെയിലിലേക്കാണ് എത്തിച്ചേരുന്നത്. അതായത് വാർഷിക വരുമാനം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് കമ്പനീസ് ഒന്ന് ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ ജോബ് സെക്യൂരിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരാം. സെയില്, ONGC, NTPC, BPCL, IOCL, അതുപോലെ തന്നെ ഗെയില്, HPCL, OIL, PGCIL, NLC, അങ്ങനെ കുറച്ച് ലിസ്റ്റഡ് കമ്പനീസാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇതിനകത്ത് വരും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വഴി ഇപ്പം നമ്മൾ BTech കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ ഒരു 23-24 ഇയേഴ്സ് ഉള്ള ആളാവട്ടെ, 21 ഇയേഴ്സ് ഉള്ള ആളാവട്ടെ, 28 ഇയേഴ്സ് ഉള്ള ആവട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഈ പേ സ്കെയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൺ ആവറേജ് നമുക്ക് കിട്ടുന്ന പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 20 lakhs വരെ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് പെർ ആനം ഉള്ള സാലറിയാണ്. അതായത് ഒരു മാസം നമ്മൾ എടുക്കുവാണെങ്കിൽ ശരാശരി നമുക്ക് 1 ലക്ഷത്തിനടുത്ത് സാലറി സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷത്തിനടുപ്പിച്ച് നമുക്ക് കയറുമ്പോൾ തന്നെ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആസ് എ കരിയർ അഡ്വാൻസസ് നമുക്ക് എന്താണ്, ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ us. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ഗ്രോ. നമുക്ക് നമ്മുടെ കരിയർ വൈസ് എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ഓഫ് കോഴ്സ് ഫൈനാൻഷ്യൽ പാർട്ടിന് അതിന് വലിയൊരു പങ്കുണ്ട്. സോ ഫൈനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയറാണ് നമുക്ക് ഗേറ്റ് ത്രൂ കിട്ടുന്നത്. അപ്പം നമുക്ക് പക്ഷേ ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ക്വാളിഫൈ ചെയ്തെത്താൻ പറ്റും, പക്ഷെ നമ്മൾ അവിടെ ചെല്ലും, നമുക്ക് ചിലപ്പം കട്ട് ഓഫ് വെക്കുന്ന വളരെ ചെറിയ കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ്. ബട്ട് സ്റ്റിൽ കട്ട് ഓഫുകൾ ഇനി താഴ്ന്നിരുന്നാൽ പോലും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കമ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്, കോമ്പറ്റീറ്റീവ് ആൾക്കാർ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന കമ്പീറ്റേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോറുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ നമുക്ക് പിടിച്ചു നിന്നേ പറ്റും. സോ നമുക്ക് ഈ ഒരു 80% എന്ന് പറയുന്നത് ഗേറ്റ് സ്കോർ തന്നെയാണ്. അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലി ത്രൂ PSC ജോബ്സ് ത്രൂ ഗേറ്റ് എന്ന് പറയുന്നത് 80% എന്ന് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഗേറ്റ് സ്കോർ തന്നെയാണ്. ബാക്കി ഒരു 20% GD പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി 80% ഗേറ്റ് സ്കോർ തന്നെയാണ്. ഈ ഗേറ്റ് സ്കോറിന് വലിയൊരു പങ്കുണ്ട്. അതിവിടെ പറയാൻ കാര്യം, നമ്മൾ ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് മാത്രം വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ എപ്പോഴും സേഫ് സ്കോർ എന്ന് പറഞ്ഞൊരു 70 ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ 100% നമുക്ക് നല്ല കമ്പനീസിൽ ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. നല്ല കമ്പനീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി സ്കെയിൽ തന്നെയാണ്. സാലറി സ്കെയിലും ജോബ് സെക്യൂരിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കരിയർ വൈസ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ആവും. സോ അതുകൊണ്ട് തന്നെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് മിയർലി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സോഴ്സ് അല്ല, നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനും കൂടി ഒരു അവസരമാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ PSCയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് എടുക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത് നമുക്കറിയാം അവരുടേതായ രീതിയിൽ നടത്തുന്ന എക്സാംസ് ആണ്. ഗേറ്റിന് വലിയ പങ്കൊന്നുമില്ല. സ്റ്റിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് യു ആർ ഗെറ്റിംഗ് ഓറിയൻറ്റഡ് ത്രൂ എ ഗേറ്റ് എക്സാം വഴി നിങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ്, സെൻട്രൽ ഗവൺമെൻറ് വേറെ എക്സാംസ് ലൈക്ക് ISRO, ബാർക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SSC JE, RRB, ഇതൊന്നും നമുക്ക് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ബിക്കോസ് വി ആർ ഫേസിങ് ദ അറ്റ്മോസ്റ്റ് ഡിഫിക്കൽട്ട് ലെവൽ എക്സാം. ആ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് ഗേറ്റ് ക്രാക്ക് ചെയ്തൊരു വ്യക്തിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലോ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലോ അല്ലാതെ ISRO, ബാർക്ക് പോലെ നടത്തുന്ന എക്സാംസ് ആണെങ്കിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഫേസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ജോബ് സെക്യൂരിറ്റി എന്നുള്ളൊരു കാര്യം ഗേറ്റ് ത്രൂ PSU ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും ഗേറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഡിഫിക്കൽട്ടി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഗേറ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുണ്ട്.